ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള ബൺ ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നി കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബൺ ദോശയും തക്കാളി ചട്നിയും എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. 280 ml കപ്പിലാണ് പച്ചരി എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒരു 4-5 വെള്ളം ഒന്ന് കഴുകിയിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 4 മണിക്കൂർ ഇതൊന്ന് കുതിർത്താൻ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ അരി കുതിർത്താൻ വെച്ചിട്ട് ഒരു 4 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. അരി ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയിട്ട് എടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജാറാണെങ്കിൽ 2 സ്റ്റെപ്പായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 1 കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെള്ള അവിലാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് വെള്ളമാണ്. അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2.25 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 8 മണിക്കൂർ ഇതൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ രാത്രിയാണ് ഇത് അരച്ച് വയ്ക്കുന്നത്, രാവിലെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് തക്കാളി ചട്നി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് എടുക്കണം. കടുക് നന്നായിട്ട് ഇനി പൊട്ടി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ആ ഉഴുന്നിൻ്റെ ഒന്ന് കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിവിടെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ചെറിയ കഷ്ണം വെളുത്തുള്ളിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി സവാളയെല്ലാം ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാളയെല്ലാം നന്നായിട്ട് ഇനി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 തക്കാളിയാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി തക്കാളിയെല്ലാം ഒന്ന് കുക്കായി വരുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. തക്കാളിയെല്ലാം നന്നായിട്ട് ഇനി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഇനി ആ പൊടിയുടെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി തക്കാളിയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ചട്നിക്ക് ലൂസ് വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് കട്ടിയായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം.
ഇതിവിടെ ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുകും കൂടെ ഒന്ന് താളിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ചേർത്ത് ഒന്ന് താളിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാവ് അരച്ച് വെച്ചിട്ട് ഒരു 8 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇനി മാവെല്ലാം പൊങ്ങി ഒന്ന് പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഇത് ഫെർമെൻ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കണം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് താളിച്ചും കൂടെ ഒഴിക്കണം. അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് ഇനി പൊട്ടി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പൊക്കെ നന്നായിട്ട് ഇനി ഒന്ന് കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ചൂടോടുകൂടി തന്നെ ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബൺ ദോശയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കാണുള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും. ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് 1 സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അടിഭാഗം കരിഞ്ഞിട്ട് ഉള്ളു വേഗത്തില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. മുകൾ ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടും കൂടെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. മറിച്ചിട്ടതിന് ശേഷം 1 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ 2 വശവും നന്നായിട്ട് ഇനി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്തതും കൂടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. എല്ലാ ദോശയും നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി ഇട്ടെടുക്കാം. ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള ബൺ ദോശയാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.